RDX അടുത്ത വിഷയത്തിലേക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്കത്തെ ഏതറ്റവും ചെന്ന് ചെറുക്കുമെന്നാണ് ചൈനയുടെ പ്രതികരണം. വെറും പറച്ചിലല്ല, 125% ചുങ്കത്തിന് പകരം അതേ നാണയത്തിൽ തിരികെ ചുമത്തി തിരിച്ചടിച്ചിരിക്കുന്നു ഷീ ജിൻപിങ്. സാഹസികതയുടെ അങ്ങേ തലയാണ് ഡൊണാൾഡ് ട്രംപ്. വലിയ തെറ്റില്ലാത്ത സന്തുലനത്തിൽ പോയിരുന്ന ലോക സാമ്പത്തിക ക്രമത്തെ അനിശ്ചിതത്വത്തിന്റെ ആഴത്തിലേക്ക് എടുത്തെറിഞ്ഞു ട്രംപിന്റെ പകരം തീരുവ തീരുമാനം. അതേ അളവിലും തൂക്കത്തിലും ചൈനയെ പോലെ ശക്തരാഷ്ട്രങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും ആഗോള സാമ്പത്തിക വ്യവസ്ഥ? ചൈന US തീരുവത്തലിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെങ്ങനെ ലോകത്തെ ബാധിക്കും? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച 104% നിന്ന് 125% തീരുവ വർദ്ധിപ്പിച്ചതായി കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ നിലവിലുണ്ടായിരുന്ന 20% നികുതി കൂടി ബാധകമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ തീരുവ ഇതോടെ 145%. ഏപ്രിൽ 2-നാണ് ചൈനയ്ക്കെതിരെ 34% പകരച്ചുങ്കം ട്രംപ് പ്രഖ്യാപിച്ചത്. 42 മണിക്കൂറിനുള്ളിൽ 34% ചുങ്കം കൂട്ടി ചൈന തിരിച്ചടിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി 101% ഉയർന്നു. ഏപ്രിൽ 9 അർദ്ധരാത്രിക്കകം ഇത് പിൻവലിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകി. ചൈന വഴങ്ങിയില്ല. ഏപ്രിൽ 9-ന് 50% കൂടി നികുതി കൂട്ടി ട്രംപിന്റെ രണ്ടാം പ്രഹരം. ഇതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് 104%. ഒടുവിലിപ്പോൾ തീരുവ 125%. അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചിരിക്കുന്നു. ഇനിയും താരിഫ് ഉയർത്തി മത്സരിക്കാൻ ട്രംപ് തീരുമാനിച്ചാലും കാര്യമാക്കുന്നില്ലെന്ന് ചൈന. ഈ പോരാട്ടത്തിൽ തങ്ങൾക്കൊപ്പം കൈകോർക്കാൻ യൂറോപ്യൻ യൂണിയനോട് ചൈന ആവശ്യപ്പെടുകയും ചെയ്തു. അന്യായമായ അടിച്ചമർത്തലിനെ ചൈന ഭയപ്പെടുന്നില്ലെന്ന് ജി ജിൻപിങ് വ്യക്തമാക്കി. RDX ഡെസ്ക് ന്യൂസ് മലയാളം. നമുക്ക് പരിശോധിക്കാം പകരച്ചുങ്കത്തിലെ പടപ്പുറപ്പാട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പകരച്ചുങ്കം ചൈനയ്ക്കെതിരായ പ്രതികാര ചുങ്കമാക്കുകയാണ് ട്രംപ് ആദ്യം ചെയ്തത്. ചൈനയ്ക്ക് മാത്രം വൻ താരിഫ് വർധന, മറ്റു രാജ്യങ്ങൾക്ക് സാവകാശം കൊടുത്തു. 54% ചുങ്കം 2 ഘട്ടമായി 125% ഉയർത്തി. 2 മാസത്തെ താരിഫ് അടക്കം നിലവിൽ 145% ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയ്ക്ക് മേൽ US അധിക തീരുവ ചുമത്തിയത് 3-ാം തവണയാണ്. 3 തവണയായിട്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ ചൈന തിരിച്ചടിച്ചു. അമേരിക്കയ്ക്ക് മേൽ 125% പകര ചുങ്കം ചുമത്തുകയാണ് ചൈന ചെയ്തത്. നാളെ മുതൽ പ്രാബല്യത്തിലെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 84% നിന്നാണ് കുത്തനെയുള്ള ഈ വർധന. ആദ്യം 84% ഇപ്പോഴും 125%. ആഗോള തിരിച്ചടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കക്കാണ് എന്നാണ് ചൈന ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരിച്ചടി തീരുവ പ്രതികാര ചുങ്കമായി മാറിയതിൽ ട്രംപിന് നല്ല വിമർശം ലോകവ്യാപകമായി തന്നെയുമുണ്ട്. ചൈനയും പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ചതോടെ അമേരിക്കൻ നിക്ഷേപകർക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ലോകവിപണി സൂചിപ്പിക്കുന്നു. തീരുവ മരവിപ്പിക്കും മുമ്പ് ഓഹരി നിക്ഷേപകർക്ക് ട്രംപിന്റെ ഉപദേശം ഇപ്പോൾ വാങ്ങിക്കോളൂ എന്ന മട്ടിൽ വന്നു. ദിസ് ഇസ് ഗ്രേറ്റ് ടൈം ടു ബൈ എന്ന് സമൂഹ മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം എഴുതി. അത് സംബന്ധിച്ച് വലിയ വിവാദം അതായി. DJT എന്നാൽ അർത്ഥമാക്കുന്നത് ട്രംപിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് സിമ്പലാണ്. ഇപ്പോൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ട്രംപിൻ്റെ സ്വന്തം കമ്പനിയും അവസരം മുതലാക്കി ലാഭം കൊയ്തു എന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റുമുട്ടുന്നത് നിലവിലെ ലോകക്രമത്തിലെ 2 വമ്പൻ ശക്തികളാണ് എന്നതാണ് ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാക്കി മാറ്റുന്നത്. ചൈന അസംസ്കൃത വസ്തു മൊത്തം വിപണി, US വൻകിട നിർമ്മാതാക്കളുടെ സങ്കേതം എന്നിങ്ങനെ 2 പ്രത്യേകതകളുണ്ട്. വിവിധ രാജ്യങ്ങൾക്കും ബാങ്കുകൾക്കും US ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കാം എന്നത് ബോണ്ടിലെ പലിശ അമേരിക്കയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്നു. അവിടെയും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പകരച്ചുങ്കത്തോടെ നിക്ഷേപകർ തിരിഞ്ഞു. ബോണ്ടുകൾ വ്യാപകമായി വിറ്റഴിക്കുന്ന നിലയുണ്ടായി. ചൈനയ്ക്ക് $76,000 കോടി നിക്ഷേപമുണ്ട്. ഇന്ത്യക്ക് $22,500 കോടി നിക്ഷേപമുണ്ട്. ലോക പോലീസിങ്ങിന് സാധ്യമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ വരും. അമേരിക്കയുടെ ബലം സൈനിക ശക്തി മാത്രമല്ല സാമ്പത്തിക ശക്തിയുമാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. പകരച്ചുങ്കം അമേരിക്കൻ അപ്രമാദിത്വത്തിന് വലിയ തിരിച്ചടിയാകും എന്നാണ് ആ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണുന്നത്. ട്രംപിൻ്റെ പകരച്ചുങ്കത്തിൽ US വലിയ പ്രതിഷേധം, അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. 50 സംസ്ഥാനങ്ങളിലും ജനം തെരുവിലാണ്. സ്വാഭാവികമായിട്ടും നാട്ടുകാരെ വല്ലാത്ത തോതിൽ ബാധിക്കുന്നത് കൊണ്ട് US അവശ്യ സാധനങ്ങൾക്കടക്കം വൻ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നുകൂടെ അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അസ്ഥിര സാമ്പത്തിക നയത്തെ വിമർശിച്ച് US മാധ്യമങ്ങളും വന്നിരിക്കുകയാണ്. നാട്ടിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഹർഷൻ, ഇത് വെറുതെ സാധാരണഗതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ലോകക്രമത്തെ ട്രംപ് ഈ തീരുവ പ്രഖ്യാപനം കൊണ്ട് ആകെ അട്ടിമറിച്ച് കളഞ്ഞു. ഇപ്പോൾ ചൈന തിരിച്ചു വന്ന് ശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏത് നിലക്ക് ഈ കാര്യങ്ങൾ ലോകത്തെ ബാധിക്കുമെന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയും ലോക നിരീക്ഷകരിലൂടെയൊക്കെ അറിയുന്നത്. ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് താൻ ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് തന്നെ ജനത തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഒരു ഡീലിന് വേണ്ടിയിട്ട് എന്നൊക്കെ അദ്ദേഹം വാചകം അടിക്കുന്നുണ്ടെങ്കിലും കുറെ കൂടി ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ട്രംപ് ഭാവിയിൽ ചെന്നുപെടാനുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇത് ഏറ്റവും മികച്ച സമയമാണ് ഓഹരി വാങ്ങുന്നതിന് എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയൊരു അട്ടിമറിയുടെ സാധ്യത കൂടിയാണ് ലോകത്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്.
പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ. കാരണം ഇത് ഈ അമേരിക്കയെ തന്നെ കച്ചവടത്തിന് വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഷെയർ മാർക്കറ്റിൽ വലിയ ലാഭം നേടാനുള്ള ഒരവസരമായി ട്രംപ് ഇതിനെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തരത്തിൽ ഒരു അട്ടിമറിയാണോ എന്ന് സാധാരണ ആളുകൾ സംശയിച്ചു പോയാൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ സാധാരണക്കാരല്ല, സാമ്പത്തിക വിദഗ്ധരടക്കം ആ സംശയം ഉന്നയിച്ചിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു വലിയ അന്വേഷണത്തിലേക്കുമൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതയും ആ വിഷയത്തിലുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലാണ് മത്സരം എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ വൻ മത്സരം നടത്തുന്നു. ഇന്ത്യയുടെ 26% എന്നുള്ളത് പഴയപടി ഈ 10% എന്നുള്ള പൊതു താരിഫിലേക്ക് മൊത്തത്തിൽ എത്തിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ തല്ലുകയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അതൊരു അബദ്ധ ചിന്തയാണ്. കാരണം ഇവർ തമ്മിൽ തല്ലിയാൽ അതിൻ്റെ ദോഷം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും കരുത്തുറ്റ രണ്ട് വലിയ സാമ്പത്തിക വ്യവസ്ഥകൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് തിരിച്ചടി ഉണ്ടാക്കും. ചില രാജ്യങ്ങൾക്ക്, ചില പ്രദേശങ്ങൾക്ക്, ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ നേട്ടം ഉണ്ടാക്കുമെങ്കിലും ആത്യന്തികമായി ആഗോള സാമ്പത്തിക ക്രമത്തിന് അത് തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ അമേരിക്ക ഇതിൽ ആര് ജയിക്കും എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുക. ആര് ജയിക്കും? അത് സഹിക്കാൻ ആർക്ക് കൂടുതൽ കഴിയുന്നോ അവർ ജയിക്കും എന്നുള്ളതാണ് സംഭവിക്കുക. അവിടെ ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാകും. പക്ഷേ ആത്യന്തിക ജയം അമേരിക്കയ്ക്കായിരിക്കുമോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഏത് പോരാട്ടത്തിനും തയ്യാറാണ് എന്നാണ് ചൈന പ്രഖ്യാപിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള പോരാട്ടത്തിനും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവർ സാമ്പത്തിക പോരാട്ടത്തിനായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോരാട്ടത്തിനായിക്കോട്ടെ, അതടക്കമാണ്, അതായത് എല്ലാ സാധ്യതകളുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ചൈനയിലെ ഭരണവ്യവസ്ഥിതി വേറെയാണ്, അമേരിക്കയിലേത് വേറെയാണ്. അമേരിക്കയിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായി പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ വിലക്കയറ്റം രൂക്ഷമാണ്. അവിടെ മാധ്യമങ്ങൾ രംഗത്ത് എത്തിക്കഴിഞ്ഞു ട്രംപിനെതിരെ. അപ്പോൾ അതിനോട് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയും, അവിടുത്തെ ഭരണകൂടത്തിന് കഴിയും എന്നുള്ളത് കൂടി ഒരു വലിയ ചോദ്യമാണ്. ചൈനയിൽ അതല്ല സ്ഥിതി. ചൈനയിൽ അവർ മുണ്ട് മുറുക്കി കൊടുത്ത് ഇറങ്ങാൻ തീരുമാനിച്ചാൽ അവർ ഐക്യ സ്വഭാവത്തോടെ ഈ വിഷയത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ അതൊരു പൊതുവികാരമായി രൂപപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആരാണ് കൂടുതൽ സഹിക്കുക, അവർ ഈ പോരാട്ടത്തിൽ ജയിക്കും. ഇപ്പോൾ നേരിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓടിച്ചു നോക്കിയാൽ ഈ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കാണ് വില കൂടുന്നത്. അത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വാൾമാർട്ടിൻ്റെയൊക്കെ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾക്ക് വില കൂടുന്നു. ഫോൺ, അവിടെ ഒരു സാർവത്രികമായ ഫോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഫോണൊക്കെയാണ്, ഐഫോണൊക്കെയാണ്. ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘമായി നീണ്ടുപോയാൽ അതിങ്ങനെ, പ്രത്യേകിച്ച് ഇത്രയും താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയിൽ നിന്നാണ് അത് മൊത്തം ഇറങ്ങുന്നത്. അതവർക്ക് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള സംശയമുണ്ട്. പിന്നെ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, ഈ സെമി കണ്ടക്ടർ വിപണിയൊക്കെ പൂർണ്ണമായും ചൈനയെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് പല തലത്തിൽ അമേരിക്കയെ അത് ബാധിക്കും എന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പിന്നെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ, ഇപ്പം മരുന്നുകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ചൈനയ്ക്കാണ് മേൽക്കൈ. അത് അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ചെറുകിട സാധനങ്ങൾ, ചെറുകിട ബിസിനസ്സുകാരെ ആദ്യം ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത അമേരിക്കയിൽ നിൽക്കുകയാണ്. ചൈനയിൽ എങ്ങനെയാണ്? ചൈനയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ്, അതായത് ഇപ്പോൾ ഈ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ ഗോതമ്പ്, ചോളം, സോയാബീൻ, പോർക്ക്, ഫ്രൂട്ട്സ്, ഇതിനൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുന്നത്. അതിനാണ് വിലക്കയറ്റം ചൈനയിൽ ഉണ്ടാവുക. പക്ഷേ ചൈനയ്ക്ക് അതിന് മറ്റ് സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് ഇത് കണ്ടെത്താൻ. അപ്പോൾ ഇതുപോലെയുള്ള ഈ പരസ്പരമുള്ള പോരാട്ടത്തിൽ ഇവരുടെ, അതായത് സഹിക്കാനുള്ള ശേഷി ആർക്ക് എന്ന് പരിശോധിച്ചാൽ അത് ചൈനയ്ക്കായിരിക്കും എന്ന് വേണം. അതാണ് ഹർഷൻ, ഇതിൻ്റെ ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയാൽ ഇതിപ്പോൾ അമേരിക്ക ഇങ്ങനെ തീരുവ മാറ്റത്തിലേക്ക് വന്നതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നം ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചതാണല്ലേ. ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ച ഒരു തീരുമാനം അമേരിക്ക എടുത്തപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറിയ ലോക സാമ്പത്തിക ക്രമത്തിലെ ബുദ്ധിമുട്ട്, അതിൻ്റെ അമേരിക്കക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലോക നായകത്വ സ്ഥാനം ചൈന പിടിക്കുന്നതായിട്ട് കൂടെ വേണമെങ്കിൽ ഇതിനെ കാണാവുന്നതേ ഉള്ളൂ. അതായത് ഈ രോഷം അതിലേക്ക് വിജയിക്കുമെന്നല്ല, അതിലേക്ക് എത്തുമെന്നല്ല, പക്ഷേ ഇതിൻ്റെ രോഷം ഒരു ഭാഗത്ത് എമ്പാടും നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ ഇന്ത്യ ഇതിൽ നിന്ന് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇതുവരെ കടുത്ത പ്രതികരണത്തിനോ പോകാതെ സുഹൃത്ത് എന്ന നിലയ്ക്ക് തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ചൈനയോടുള്ള ഈ പ്രശ്നമൊക്കെ ചില മേഖലകളിലെങ്കിലും ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യ അടക്കം സകലമാന രാജ്യങ്ങളും ഇത് ഒരല്പം കടന്ന സംവിധാനമാണ്, കടന്ന കാര്യമാണ് ഇദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് എന്ന നിലയ്ക്ക് രോഷത്തോടെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ട്രംപിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നത് ഈ ലോകരാഷ്ട്രങ്ങളിലെ പലരും ആ മട്ടിലങ്ങോട്ട് പോകില്ല. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള രോഷത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ലോക നായകത്വ സ്ഥാനത്തേക്ക് അതിരൂക്ഷമായിട്ട് തിരിച്ചടിക്കുക എന്ന കാര്യമാണ് ചൈന ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ട് തിരിച്ചടിച്ചു. അതാണ് ഭാഷൻ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒന്ന് പതിഞ്ഞ് ആദ്യം നിന്നതിന് ശേഷം രണ്ടാമത് അതിശക്തമായിട്ടാണ് തിരിച്ചടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാർഡിൽ ഉണ്ടായിരുന്ന കാര്യമുണ്ടല്ലോ, അതായത് ഈ സാമ്പത്തിക
ക്രമം കൂടെ പ്രധാനമാണ്, സൈനിക ശക്തി മാത്രമല്ല. അപ്പോൾ അതുകൂടെ നിർണ്ണയിക്കുന്ന ഒരു ലോകക്രമത്തിൽ ചൈന ഈ നിലക്കുള്ളൊരു നിലപാട് പിടിച്ചതിന് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ വിപണി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംഗതിക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ്, നയതന്ത്ര പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൂൾ ബേസ്ഡ് ട്രേഡ് എന്ന ഇത്രയും കാലം പോയിരുന്ന ചില ചട്ടങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ പരസ്പരം നിന്നുകൊണ്ടുള്ള ഒരു റൂൾ അതിനകത്തുണ്ടായിരുന്നു. ആ റൂൾ ബ്രേക്ക് ചെയ്യാണ് ട്രംപ് ചെയ്ത്. ആ റൂൾ ബേസ്ഡ് ട്രേഡിൻ്റെ നായകത്വ സ്ഥാനം ഞങ്ങൾക്കാണ് എന്ന് ചൈനയെ പോലൊരു വൻ കക്ഷി പറയുക എന്നൊരു കാര്യം അവിടെയുണ്ട്. ചൈന 6 അമേരിക്കൻ കമ്പനികൾ അവിടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 ഡസൻ മറ്റ് കമ്പനികൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് ഒരല്പം നില മെച്ചപ്പെടുത്തിയിട്ട് ഷീ ജിൻപിങ് ഒക്കെ മഹാനായിട്ടുള്ള നേതാവാണ്, കൊള്ളാവുന്ന ആളാണ്, അദ്ദേഹം മിടുക്കനായിട്ട് ഉള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെ ഒന്ന് മയപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഇത് ട്രംപിന് വലിയ ദോഷം ഉണ്ടാക്കുമെന്നല്ല. അത് ചൈന ഇതിനോട് പ്രതികരിക്കുന്ന ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ രസകരമായ കാര്യം നമ്മളിങ്ങനെ ഈ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന 1-2 കാര്യങ്ങൾ. ചൈനയുടെ പ്രതികരണത്തിൽ അവരെങ്ങനെയാണ് അവരുടെ വാക്കുകൾ എത്ര സൂക്ഷ്മമാണ് ആയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഈ സിറ്റുവേഷനെ കാണുന്നത്. രാജ്യത്തെ ജനതയെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ശ്രമം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. വളരെ കൃത്യമായ മെസ്സേജ് ലോകരാഷ്ട്രങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക അങ്ങനെയല്ല. ഇപ്പം ട്രംപാണ് ഈ കാര്യങ്ങളെ വിശദീകരിക്കാൻ വരുന്നത്. ട്രംപ് അതിനെ വിശദീകരിക്കുന്നത് തന്നെ ഒരു സാധാരണ ലോക രാജ്യത്തലവൻ പ്രതികരിക്കുന്ന രീതിയിലല്ല ട്രംപിന്റെ പ്രതികരണം. ഒരു കച്ചവടക്കാരനേക്കാളും അപ്പുറത്തുള്ള ഒരു തരത്തിൽ തരം താഴ്ന്ന പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളത് വാസ്തവം. മാത്രമല്ല അവിടുത്തെ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്. ജപ്പാൻ അടക്കമുള്ള, ബ്രസീൽ അടക്കം, കൊളംബിയ, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ, അത് സൗത്ത് കൊറിയ, അങ്ങനെയുള്ള രാജ്യങ്ങളെ തരംതിരിച്ച് നോക്കുമ്പോൾ അവിടെ ഇന്ത്യ എവിടെയാണെന്ന് നോക്കണമല്ലോ. ഇന്ത്യ അവിടെ നമ്മളെന്താണ് ചില കൺസെഷൻസ്, അവിടെ ചില ഒരു ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് ചില കൺസെഷൻസ് കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ശ്രമം നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ, ഫോക്സ് ന്യൂസ് അടക്കമുള്ള പ്രതികരിക്കുക. അവിടെ എതിർക്കുന്ന രാജ്യങ്ങളിൽ ഈ പറയുന്ന ചൈനയും കാനഡയും, ഒപ്പം തന്നെ അവർ സംശയത്തിൽ നിർത്തുന്നത് യൂറോപ്യൻ യൂണിയൻ. ലോകക്രമം തന്നെ ഒരുപക്ഷെ മാറാനുള്ള സാഹചര്യം. അമേരിക്കയും ചൈനയും പരസ്പരം തീരുവ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയാണ് യഥാർത്ഥ ഇര. അമേരിക്ക ആഭ്യന്തര വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചൈന വ്യാപാര വൈവിധ്യവൽക്കരണത്തിന് പദ്ധതിയിടുന്നു. ആർക്കാണ് കൂടുതൽ നഷ്ടം സഹിക്കാനാവുക എന്നതായിരിക്കും ഈ പോരാട്ടത്തിലെ യഥാർത്ഥ വിജയിയെ നിർണ്ണയിക്കുന്ന ഘടകം. ആഗോള വ്യാപാര ശൃംഖലയുടെ പരസ്പര ബന്ധം എല്ലാവരെയും ബാധിക്കുന്നതുകൊണ്ട് അമേരിക്കയും ചൈനയും പരസ്പരം വിപണികൾക്ക് തീയിടുമ്പോൾ പൊള്ളലേൽക്കുക ഇന്ത്യ അടക്കം എല്ലാ ലോകരാജ്യങ്ങൾക്കുമായിരിക്കും. ഇടവേളയിലേക്ക്